സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള രണ്ട് വാർത്തകളാണ്. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചൊരു കേസും പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഡേറ്റിംഗിന് ക്ഷണിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തൊരു സംഭവമാണ്. ആദ്യം പരിശോധിക്കുന്നത് പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസാണ്. അയൽവാസിയായ 16 വയസ്സുകാരനടക്കം 2 പേർ പിടിയിലായിട്ടുണ്ട്. കാട് പിടിച്ച സ്ഥലത്തെ വീട്ടിലെത്തിച്ചായിരുന്നു പീഡനം. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, നമ്മളേറെ നടുക്കുന്നൊരു വാർത്തയാണ്. കാരണം ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരനും സുഹൃത്തും ചേർന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതായത് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചൊരു സംഭവം. ഈ കേസിൽ 2 പേരും പിടിയിലായിട്ടുണ്ടെന്നാണ്, പ്രതികൾ 2 പിടിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നായിരുന്നു സംഭവം? നിലവിൽ പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഇത്ര ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടിയുടെ വീടിനടുത്ത് വെച്ച് പെൺകുട്ടിയും ഒപ്പം സുഹൃത്തുക്കളും ചേർന്ന് നടന്നു വരുന്ന സമയത്താണ് എറണാകുളം സ്വദേശിയായ സുധീഷ്. ഈ സുധീഷ് ഈ പ്രദേശവാസി തന്നെയാണ്. കുറച്ച് നാളായി എറണാകുളത്താണ് താമസം. പക്ഷേ സുധീഷ് അവിടെ നടക്കുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് സുധീഷ് ഈ അടൂരിലെത്തിയത്. 19 വയസ്സുണ്ട് സുധീഷിന്. ഈ സുധീഷും ഈ പെൺകുട്ടിയുടെ അയൽവാസിയായ 16-കാരനും ചേർന്നാണ് ഈ പെൺകുട്ടിയെ ബലമായി ഈ പെൺകുട്ടികളുടെ അടുത്ത് നിന്നും ഈ പീഡനത്തിനായ പെൺകുട്ടിയെ ബലപ്രയത്തിലൂടെ പിടിച്ചുകൊണ്ട് സമീപത്തെ ആളൊഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് പീഡിപ്പിച്ചത്. ഈ 16-കാരനും ഈ സുധീഷും, എറണാകുളം സ്വദേശി സുധീഷും ചേർന്നാണ് ഈ 10 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി വീട്ടുകാരെ ഈ സംഭവത്തിന് ശേഷം വന്ന് കാര്യങ്ങൾ പറയുകയും തുടർന്ന് വൈദ്യപരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ശശിനാരായണൻ, അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഡേറ്റിംഗിന് ക്ഷണിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തൊരു സംഭവം. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള അധ്യാപകൻ ഇപ്പോൾ ഒളിവിലാണ്. അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാറാണ് ഒളിവിൽ പോയത്. അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിലുണ്ടായ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന ആരോപണവുമായി ഈ പെൺകുട്ടിയുടെ അമ്മ രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യാപകൻ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ പെറ്റമ്മയാ ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണോ? ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. വിശദാംശങ്ങളുമായി ശശിനാരായണൻ വീണ്ടും ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇത് ഏറെ നടുക്കമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. ഒരു അധ്യാപകൻ ഈ രീതിയിൽ ഒരു പെൺകുട്ടിയോട്, വിദ്യാർത്ഥിനിയോട് ഡേറ്റിങ്ങിന് അഭ്യർത്ഥിക്കുന്നു. അതിന്റെ മനോവിഷമത്തിൽ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യുന്ന സംഭവം. കുടുംബം രൂക്ഷമായ ഭാഷയിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഏറെ മനോവിഷമത്തോടു കൂടിയാണ് അമ്മ പ്രതികരിച്ചത്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ടല്ലോ. എന്നായിരുന്നു ഈ സംഭവം? ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് എന്തായാലും അധ്യാപകന്റെ മാനസിക പീഡനം മൂലമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഗായത്രി എന്ന് പറയുന്ന അടൂരിലെ ഈ സ്ഥാപനത്തിൽ സൈനിക റിക്രൂട്ട്മെന്റ് പഠിപ്പിക്കുന്ന ട്രെയിനിങ് സെന്ററിലെ സ്ഥാപനത്തിൽ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഈ അധ്യാപകൻ ഈ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് പെൺകുട്ടിയുടെ മാതാവ് ഉന്നയിക്കുന്നത്. ആ മാനസിക പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. എന്തായാലും ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഡിവൈഎഫ്ഐയും ഒപ്പം യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരും ഈ സ്ഥാപനത്തിലേക്ക് രാവിലെ മുതൽ മാർച്ചും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യം അടൂരുണ്ടായി. എന്തായാലും ഈ പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിയുടെ അമ്മ രാജി ആരോപിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള രീതിയിലേക്ക് വേണം ഒരുപക്ഷെ നമുക്ക് സൂചനയുണ്ട്. കാരണം ഇന്ന് ഈ സ്ഥാപനത്തിൽ ഈ അധ്യാപകൻ എത്തിയിട്ടുള്ള സ്ഥാപനം തുറക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു സൂചന കൂടി ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. ഈ പെൺകുട്ടി കുറെ കഴിഞ്ഞ നാളുകളായി ഇത്തരം ഈ അധ്യാപനെതിരെയുള്ള പരാതികൾ ഈ വീട്ടുകാരോട് സൂചിപ്പിച്ചിരുന്നു, അമ്മയോടും അച്ഛനോടും പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി പെൺകുട്ടിയുടെ അമ്മ രാജി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു ഗൗരവതരമായ കാര്യം തന്നെയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. പോലീസ് ഇതനുസരിച്ച് ഈ ഗായത്രിയുടെ അമ്മയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ ഫോണിൽ കൂടി ഈ ഗായത്രിയുടെ അമ്മയും ഈ സൈനിക സ്ഥാപനം നടത്തുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തുന്ന അധ്യാപനം തമ്മിൽ
വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ദുരൂഹത ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നു. എന്താണ് കാര്യം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ സ്ഥാപനത്തിനെ ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും ഈ അധ്യാപകനെതിരെ, ഈ സ്ഥാപനത്തിനെതിരെ ഇതുപോലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടല്ലോ. അന്ന് ആരെങ്കിലും പരാതിയുമായി, ഏതെങ്കിലും പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നോ? ഇത് രേഖാമൂലം പരാതി ഇതുവരെ ആ സ്ഥാപനത്തിലെ പെൺകുട്ടികൾ ആരും ഇത് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയുടെ അമ്മ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ഈ പരാതി ഉന്നയിച്ചിരുന്നു. അതായത് വിവിധ പെൺകുട്ടികൾ, ഈ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഇത്തരം പരാതികൾ ഉന്നയിച്ചിരുന്നു എന്നാണ് ഈ മരണമടഞ്ഞ ആത്മഹത്യ ചെയ്ത ഗായത്രിയുടെ അമ്മ പറയുന്നത്. എന്തായാലും വലിയ ആരോപണമാണ് ഈ സ്ഥാപനത്തിനെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറെ പഠിക്കാൻ മിടുക്കിയ ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞ കുറെ ആളുകളായി ഈ അധ്യാപകന്റെ മാനസിക പീഡനം മൂലം പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാനസിക സമ്മർദ്ദത്തിലാവുന്നു. തുടർന്നാണ് ആത്മഹത്യയിലേക്ക് പോയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയിൽ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തും. സമാനമായ രീതിയിലുള്ള പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ വന്നതിന് ശേഷമായിരിക്കും മറ്റ് കേസിന്റെ കസ്റ്റഡി എടുക്കുകയോ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയുള്ളൂ. എന്തായാലും കുടുംബം നിലവിലത്തെ സാഹചര്യത്തിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെ നന്നായി പഠിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് തന്നെ ഈ അധ്യാപകന്റെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ആരോപണത്തിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധം നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ, യുവജന പ്രസ്ഥാനത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇതിൽ സ്ഥാപനത്തിന് ഉണ്ടായി. സ്ഥാപനത്തിന്റെ ബോർഡുകൾ വലിച്ചു കീറുകയും സ്ഥാപനത്തിന് അത്തരം കാര്യങ്ങളൊക്കെ ഇത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ടായിരിക്കും പിന്നീട് പോലീസിന്റെ അന്വേഷണത്തോട് തുടർന്ന് മാത്രമേ കാര്യമായ രീതിയിൽ ഒരു എന്താണ് ഉണ്ടായതെന്ന കാര്യത്തിലേക്ക് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. വ്യക്തമാണ്. ശശിധരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ശശിധരൻ സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെയും ആ സ്ഥാപനത്തിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനു മുൻപും ഈ പെൺകുട്ടികൾക്ക് നേരെ ഈ അധ്യാപകൻ മോശമായി പെരുമാറിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്.